ഭൂമിയിൽ അന്യഗ്രഹ ജീവികൾ വന്നുവെന്ന വിചിത്രമായ വെളിപ്പെടുത്തലുമായി US ചാരസംഘടന CIA-യുടെ രഹസ്യരേഖ. സോവിയറ്റ് യൂണിയന്റെ സൈനികരെയാണ് അന്യഗ്രഹ ജീവികൾ കല്ലാക്കി മാറ്റിയതെന്നും 2000-ൽ പരസ്യമാക്കിയ CIA-യുടെ രഹസ്യരേഖയിൽ പറയുന്നു. രേഖയിൽ നിന്നുള്ള ഒരു പേജ് ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ്. CIA രേഖ പ്രകാരം ഈ വിചിത്രമായ സംഭവമുണ്ടായത് ശീതയുദ്ധകാലത്താണ്. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമാണ് ഇക്കാര്യം CIA അറിയുന്നത്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന റഷ്യൻ ചാരസംഘടനയായ KGB-യുടെ 250 പേജുള്ള രേഖ ഉദ്ധരിച്ച് ഹോളോസ് യുക്രൈനി എന്ന യുക്രൈൻ പത്രത്തിലും കനേഡിയൻ നിന്നുള്ള വീക്ക്ലി വേൾഡ് ന്യൂസിലെയും റിപ്പോർട്ടുകളെ ആധാരമാക്കിയുള്ള CIA രേഖയിലാണ് ഇക്കാര്യം വിശദീകരിച്ചത്. ഈ രേഖ പ്രകാരം 1989-ലോ 90-ലോ ആണ് സംഭവം നടന്നിരിക്കുന്നത്. സൈബീരിയയിൽ എവിടെയോ വെച്ച് നടക്കുകയായിരുന്ന സൈനിക പരിശീലനത്തിനിടെയാണ് ഇതുണ്ടായത് എന്ന് KGB രേഖ പറയുന്നു. പരിശീലനത്തിനിടെ സോവിയറ്റ് സൈനികർ താഴ്ന്നു പറക്കുന്ന ഒരു പറക്കും തളിക കണ്ടു. ഉടൻ തന്നെ സൈനികർ സർഫ് ടു എയർ മിസൈൽ അതിനു നേരെ പ്രയോഗിച്ചു. തകർന്നു വീണ പറക്കും തളികയിൽ നിന്ന് 5 ഉയരം കുറഞ്ഞ അന്യഗ്രഹ ജീവികളാണ് പുറത്തു വന്നത്. വലിയ തലയും വലിയ കറുത്ത കണ്ണുകളുമാണ് ഇവയ്ക്കുണ്ടായിരുന്നതെന്ന് രേഖയിൽ പറയുന്നു. 5 അന്യഗ്രഹ ജീവികളും ഒന്നിച്ചു ചേർന്ന് ഗോളാകൃതിയിലുള്ള ഒരു രൂപമായി മാറിയെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഗോളം തീവ്രമായി പ്രകാശിക്കാനും ശബ്ദം മുഴക്കാനും തുടങ്ങി. ആ നിമിഷം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന 23 സൈനികർ കല്ലുകളായി മാറി. അന്യഗ്രഹ ജീവികളിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ പെടാതിരുന്ന 2 സൈനികർ മാത്രമാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നും രഹസ്യരേഖയിൽ പറയുന്നു. കല്ലായി മാറിയ സൈനികരെയും തകർന്ന പറക്കും തളികയെയും മോസ്കോയ്ക്ക് സമീപമുള്ള രഹസ്യ ഗവേഷണ കേന്ദ്രത്തിലേക്ക് പിന്നീട് മാറ്റി. അവിടെയുള്ള ശാസ്ത്രജ്ഞർ സൈനികരുടെ ശരീരം ചുണ്ണാമ്പുകല്ലുകളായി മാറിയതെന്ന് കണ്ടെത്തിയെന്നും CIA രേഖയിൽ പറയുന്നു. KGB-യുടെ രേഖയിൽ ദൃക്സാക്ഷികൾ പറഞ്ഞതിനനുസരിച്ചുള്ള അന്യഗ്രഹ ജീവികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉണ്ടെന്നും CIA രേഖയിൽ പറയുന്നു. അതേസമയം CIA രേഖയിലെ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് പല വിദഗ്ധരും സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. സംഭവത്തിന്റെ ആധികാരികതയെക്കുറിച്ച് തനിക്ക് സംശയമുണ്ട് എന്ന് മുൻ CIA ഏജന്റായ മൈക്ക് ബേക്കർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിട്ടുമുണ്ട്. പുറത്തുവന്നത് യഥാർത്ഥ രേഖകളാകില്ല എന്നും പലതവണ മാറ്റി എഴുതിയപ്പോൾ തെറ്റു വന്നിരിക്കാമെന്നും ബേക്കർ കൂട്ടിച്ചേർക്കുന്നു.